സ്തനാർബുദം നേരത്തെ കണ്ടെത്താൻ സാധിക്കും. അതിനായി എങ്ങനെയാണ് സ്വയം പരിശോധിക്കേണ്ടത് എന്ന് നോക്കാം. ആദ്യം സ്തനങ്ങളുടെ കൃത്യമായ ഘടന വളരെ വ്യക്തമായി കാണുന്നതിന് ഒരു കണ്ണാടിയുടെ സഹായത്തോടെ പരിശോധിക്കുക. സ്തനങ്ങളിൽ നിറവ്യത്യാസമോ രൂപമാറ്റമോ ഉണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം. മുഴകൾ, ചുവന്ന പാടുകൾ, തിണർപ്പുകൾ എന്നിവയുണ്ടോ എന്ന് പരിശോധിക്കണം. അതുപോലെ സ്തനങ്ങളിലോ കക്ഷങ്ങളുടെ ഭാഗത്തോ വീക്കം പോലെയുള്ളവ കാണുന്നുവെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ നിപ്പിളുകൾ പുറത്തേക്ക് നിൽക്കുന്നതിനു പകരം എല്ലായ്പ്പോഴും ഉള്ളിലേക്ക് വലിഞ്ഞു നിൽക്കുന്നത് നല്ല സൂചനയല്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തുക. മുൻപത്തേതിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസം സംഭവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അടുത്തതായി നിപ്പിളുകൾ പ്രത്യേക ശ്രദ്ധയോടെ പരിശോധിക്കുക. നിപ്പിളിലൂടെ അസാധാരണമായി വെള്ളം പോലെയോ മുലപ്പാൽ പോലെയോ എന്തെങ്കിലും പുറത്തേക്ക് വരുന്നുവെങ്കിൽ ജാഗ്രത വേണം. രോഗസാധ്യത കൂടുതലുള്ളവരിൽ ചില സമയത്ത് മഞ്ഞ നിറത്തിലോ രക്തം പോലെയോ തോന്നിപ്പിക്കുന്ന ദ്രാവകങ്ങൾ കണ്ടുവരാറുണ്ട്. ഇത്തരം ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ തീർച്ചയായും ഒരു ആരോഗ്യ വിദഗ്ധനെ സമീപിക്കണം. അടുത്തതായി ഒരു കൈ തലയ്ക്ക് മുകളിൽ ഉയർത്തിയ ശേഷം മറ്റേ കൈ ഉപയോഗിച്ച് സ്തനങ്ങളിൽ വൃത്താകൃതിയിൽ തടവി നോക്കാം. അസ്വാഭാവികമായ മുഴകളോ ഏതെങ്കിലും ഭാഗം കട്ടിയായി നിൽക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ സൂക്ഷിക്കണം. അടുത്ത കൈയും ഇതുപോലെ ഉയർത്തി ഈ കാര്യങ്ങൾ പരിശോധിക്കുക. അടുത്തത് കിടന്നുകൊണ്ട് ചെയ്യേണ്ടതാണ്. മലർന്നു കിടന്ന ശേഷം വലതു കൈ ഉയർത്തി ഇടത് കൈകൊണ്ട് വലതുവശത്തെ സ്തനത്തിന് മുകളിൽ തടവി നോക്കുക. കട്ടിയുള്ളതോ ഉൾവശത്ത് എന്തെങ്കിലും മുഴകൾ പോലെയുള്ള ഭാഗങ്ങളോ ഉള്ളതായി തോന്നുന്നുവെങ്കിൽ ശ്രദ്ധിക്കണം. ഇടതുകൈ ഉയർത്തിയ ശേഷവും ഇത് തന്നെ ചെയ്തു നോക്കണം. ഒരു ഡോക്ടറുടെ സേവനത്തോടു കൂടിയോ അല്ലെങ്കിൽ പരിശീലനം നേടിയിട്ടുള്ള ഒരു മെഡിസിനെ കൊണ്ടോ ബ്രസ്റ്റ് പരിശോധിക്കുന്നതിനെയാണ് ക്ലിനിക്കൽ എക്സാമിനേഷൻ ഓഫ് ദ ബ്രസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയുള്ള ഇൻവെസ്റ്റിഗേഷനാണ് മാമോഗ്രാം, MR മാമോഗ്രാം, പുതുതായുള്ള ചില മോളിക്കുലാർ ടെസ്റ്റിംഗ്. ഏതു പരിശോധനകൾ ഉപയോഗിച്ചാലും നമുക്ക് ആരംഭഘട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കുവാൻ സാധിക്കുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. ആരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കുന്ന ഒരു ക്യാൻസറുമാണിത്. ഈ അറിവ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. Stay healthy. Follow for more.